റോജി ആന്റണി എന്ന് പറഞ്ഞ തെണ്ടിയെ നിങ്ങൾ എല്ലാവരും അറിയും. 2 ദിവസം മുമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാലക്കുടി ബാങ്ക് കവർച്ച കേസിൽ പിടികൂടിയ ഒരു കുബേരനാണ്. അവന്റെ ഭാര്യയുടെ പൈസ കൊണ്ടാണ് ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത്. നാറി ഒരു ജോലിക്കും പോകത്തില്ല. രാവിലെ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ അയച്ചു കൊടുക്കുന്ന ഈ പൈസ കൊണ്ട് അവരുടെ കവന്നക്കി ജീവിക്കുന്നവനാണ്. അപ്പോൾ ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് നല്ല ശമ്പളമുണ്ട്. ഓളെ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുവൈത്തിലൊക്കെ നേഴ്സാണെങ്കിൽ 2-3 ശമ്പളം ഉണ്ടാവും. ഈ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇങ്ങോട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ മൊത്തത്തിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാരുമായിട്ട് കള്ളുകുടിയും അതുപോലെ തന്നെ പെണ്ണ് പിടിയുണ്ട്. ഇനി എന്തൊക്കെയായാലും പറയാലോ, പെണ്ണ് പിടിയും മറ്റേതും എല്ലാം ചെയ്യും. എനിക്ക് ഇങ്ങനെയുള്ള സഹോദരിമാരോട് പറയാനുള്ളത്, ഇവിടെ കല്യാണം കഴിച്ചില്ലെങ്കിൽ വേണ്ട. ഇവനെ പോലെയുള്ള ചെറ്റകളാണ് ഭർത്താവായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് സുഖമാണുള്ളത്. അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിഞ്ഞ് പഠിച്ചിട്ട് BSc നേഴ്സിങ്ങും അതൊക്കെ പഠിച്ച് നിങ്ങൾ ആശുപത്രിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ നമുക്കറിയാലോ, ആശുപത്രിയിൽ ജോലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതാണ്. എല്ലാവരും കേൾക്കുമ്പോഴേ നേഴ്സുമാരല്ലേ, നല്ല ശമ്പളമല്ലേ, വിദേശത്തേക്ക് കടന്നു കിട്ടിയാൽ മതി. പിന്നെ വലിയ വീട് ഉയരുന്നു, അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ ഉയരുന്നു, സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടുന്നു, ഭർത്താവിന് കയറി കൊടുക്കുന്നു, ഇതൊക്കെ ഉണ്ടാകും. പക്ഷേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെങ്കിൽ ആ ജോലി നമ്മൾ കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വിദേശത്തൊക്കെ പ്രത്യേകിച്ച് അതായത് നമ്മുടെ സ്വദേശത്താണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലെ ഒരു ജോലിയെങ്കിൽ നമ്മുടെ നാട്ടിലാണ് ഇതുപോലെയുള്ള ഒരു ജോലിയെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടാകും. പക്ഷേ വിദേശത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സന്മാർ എന്ന് പറഞ്ഞാൽ ഒരു സ്വാതന്ത്ര്യവുമില്ല. അതുമാത്രവുമല്ല, എന്തെങ്കിലും ഒരു ഫാൾട്ട് അവരെ കയ്യിൽ നിന്നും വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ അകത്ത് തന്നെയാണ്. അപ്പോൾ അവരെ ഭർത്താവായിട്ട് വരുന്ന ഇതുപോലെയുള്ള നാറികൾ കുറേ എണ്ണമുണ്ട്. ഈ റോജി ആൻ്റണീനെ മാത്രം ഞാൻ പറയില്ല, ഒരിക്കലും റോജി ആൻ്റണീനെ മാത്രം ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോജി ആൻ്റണീനെ പോലെയുള്ള നാലാംകിടക്കാർ കുറേയുണ്ട്. എല്ലാവരെയും ഞാൻ പറയുന്നില്ല. ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൊണ്ട് ഭാര്യ പിന്നെ പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്, ഭർത്താവ് ഇവിടെ മക്കളെ നോക്കിയിട്ട് നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതായത് ഭർത്താവിന് ചിലപ്പോൾ വിദ്യാഭ്യാസം കുറവായിരിക്കും, അയാൾക്ക് കുറച്ച് ശമ്പളം ഇല്ലായിരിക്കും. അപ്പോൾ ഈ സ്ത്രീ ആണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പഠിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന നല്ലവരായ ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ അവിടെ നിന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഈ റോജി ആൻ്റണി പോലെയുള്ള ചെറ്റകൾ ഇവർക്കൊക്കെ അപമാനമാണെന്നാണ് ഞാൻ പറയുന്നത്. അതായത് ഈ റോജി ആൻ്റണി എന്ന് പറയുന്നവെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ പ്രമാണിയാണവൻ. അവന് വലിയ വീടുണ്ട്, കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ള വീടുണ്ട്. അവന് മാസാമാസം ഭാര്യ ചെലവിന് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അവന് നല്ല രീതിയിൽ ജീവിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് അവൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ലക്ഷം രൂപയാണ് അവൻ കടമുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് ഈ സ്ത്രീ 2 വർഷം കൂടിയിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം നാട്ടിൽ വരുമ്പോൾ പൈസ ഇവിടെ പോയി. അതിൻ്റെ ഇടക്കാണ് ഒരു വലിയൊരു പ്രശ്നം വന്നത്. എന്താണെന്ന് വെച്ചാൽ കൂടെ പഠിച്ച സഹപാഠി പറഞ്ഞു, എൻ്റെ 3 ലക്ഷം തന്നിട്ടില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്നിട്ട് കാവൽ കിടക്കും. അതായത് മറ്റുള്ള പൈസയൊക്കെ നീ എന്തോ ചെയ്തോ, പക്ഷേ എൻ്റെ പൈസ എനിക്ക് കിട്ടിയിരിക്കണമെന്ന് സഹപാഠി പറഞ്ഞു. അതാണ് ഈ ആശാൻ ബാങ്ക് മുറിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇവൻ വലിയ ക്രിമിനൽ തന്നെയാണ്. അതായത് ഒരു സാധാരണക്കാരനൊന്നും പോയിട്ട് അങ്ങനെ ബാങ്ക് പിന്നെ കൊള്ളയടിക്കാൻ ഇതൊന്നും കഴിയില്ല. ഇവൻ എന്ന് പറഞ്ഞാൽ ബോൺ ക്രിമിനലാണ്. അതുകൊണ്ട് തന്നെ ഇവനെ പറ്റിയിട്ട്, ഇവൻ്റെ മുൻകാല ജീവിതത്തെ പറ്റിയിട്ട് എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ പുറത്ത് വരുന്നത് എന്ന് പറഞ്ഞൊരു വലിയ കളവിൻ്റെ ആശാൻ തന്നെയായിരിക്കും. അതായത് ഇവൻ്റെ സാമ്പത്തികത്തെ പറ്റിയും ഇവൻ കഴിഞ്ഞ കാലത്ത് ജീവിച്ചതിനെ പറ്റിയും ഒക്കെ പുറത്ത് കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം ഒരു ഈ പിന്നെ മാനേജർ അവൻ പറയുന്നത് കേട്ടില്ലേ, അയാൾ മണ്ടനാണെന്ന്. ഇവൻ്റെ അച്ഛനാണ് മണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ആയിരുന്നു ഇവൻ്റെ അച്ഛൻ തെണ്ടിയായിരുന്നു. അയാൾ കാരണമാണ് ഇവൻ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്. ഇവൻ്റെ അച്ഛനെയാന്ന് പറയേണ്ടത് ആദ്യമായിരുന്നു മണ്ടന്. അപ്പോൾ ഇങ്ങനെയുള്ള തെണ്ടികൾ ഇവരെയൊക്കെ എന്ന് പറഞ്ഞ് എന്തിനാ നേഴ്സന്മാരെ നിങ്ങൾ ചുമക്കുന്നത്? ഇതുപോലെയുള്ള റോജി ആൻ്റണിമാരെ ചവിട്ടി ഒഴിവാക്ക്. എന്തിനാ നിങ്ങൾ കല്യാണം കഴിച്ചിട്ട് ഇതുപോലെയുള്ള നാറികളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം പോയില്ലേ? നിങ്ങൾ പഠിച്ചതിന് ഒരു ഫലവും ഇല്ലാതായില്ലേ? ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുവൈത്തിൽ കിടക്കുന്ന ആ സ്ത്രീയുടെ കണ്ണീരിന്നല്ല നമ്മുടെ ഒരു സുഹൃത്തിനെ അറിയുന്ന ആളാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ആ സ്ത്രീ ഒരു പാവമാണ്, ആ സ്ത്രീ ഇതിൻ്റെ അകത്ത് പെട്ടുപോയത്. എന്ത് ചെയ്യാൻ കഴിയും? ഇവനെ പോലെയുള്ള നാലാംകിടക്കാരെ, ഈ കുബേരനാണ് ഇവൻ, അത് പറയാലോ. ഇവൻ്റെ കുടുംബക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ കൊമ്പത്തെ മാലാകമാറും മറ്റേ അച്ഛന്മാരും മറ്റേവരുള്ളതാണ്. പക്ഷെ ഇവനെ പോലെയുള്ള തെണ്ടികളാണ് ആ വീട് മുഴുവൻ ഞാൻ പറയുള്ളൂ ആയിരുന്നു. കാരണം ഇവനെ പോലെയുള്ള നാറികളെ തിരിച്ചറിയാൻ കഴിയാത്തത് അവർക്ക് വലിയൊരു പരാജയം തന്നെയാണ്. ഏതായാലും ആ സ്ത്രീ പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഇനിയും തന്നെ പഠിച്ച് പാസ്സായിട്ട് BSc നേഴ്സിങ്ങും ഇതൊക്കെ കഴിഞ്ഞ് വേറെ നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇങ്ങനെയുള്ള പോഴമാരെ നിങ്ങൾക്ക് ഭർത്താവായിട്ട് വേണോ?
അത് നിങ്ങൾ ആദ്യം തന്നെ ഓർക്കുക. ഈ വീട്ടിൽ ചുരുണ്ടുകൂടി ഇരുന്ന് കുട്ടികളെയും നോക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലിക്കും പോകാതിരിക്കുന്ന ഈ പോഴന്മാരെ നിങ്ങൾ എന്തിനാണ് ചുമക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റാറ്റസിൽ ജോലി ചെയ്യുന്നവരെ നിങ്ങൾ കല്യാണം കഴിക്ക്. അല്ലാതെ ഇങ്ങനെയുള്ള കള്ളന്മാരെയും മറ്റേ പണിയെടുക്കുന്നവന്മാരെയും ഒരിക്കലും നിങ്ങൾ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ സ്ത്രീയുടെ ജീവിതം, ആ കുഞ്ഞുങ്ങളുടെ ജീവിതം, അവരൊക്കെ ഇപ്പം സമൂഹത്തിന് മുമ്പിൽ നാണം കെട്ടിയിരിക്കുകയാണ്. കാരണം ഇവൻ ഒരാൾ കാരണമാണ്. അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഇവന് കള്ളു കുടിക്കാനും കൂത്തടിക്കാനും വേണ്ടിയിട്ട് ഭാര്യയുടെ പൈസയും ഇതൊക്കെ വേണം. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ നമ്മുടെ നാട്ടിലുണ്ട്. ഈ എനിക്കറിയുന്ന ഒരു ടീമുണ്ട് ലണ്ടനിലാണ്. ആ ലണ്ടനിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവിടുന്ന് പൈസ കൊടുത്തു വിടും. ഈ സ്ത്രീ ആ പൈസ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ രാവിലെ മുതൽ ചീട്ട് കളിച്ചിട്ടും കമ്പനി അടിച്ചിട്ടും നശിപ്പിക്കും എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ സ്ത്രീ എന്തിനാണ് ഇവന് പൈസ കൊടുക്കുന്നതെന്ന്. അപ്പോൾ അവർ പിന്നെ 2 മക്കളുണ്ട്. ആ മക്കളെ ആണെങ്കിൽ ഇവൻ മര്യാദയ്ക്ക് നോക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പോഴന്മാരിലേക്ക് എങ്ങനെയാണ് ഇവർ എത്തിച്ചേരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് ഇതൊക്കെ ആകിയിട്ടും ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കല്യാണം കഴിക്കുന്നത് മാത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഭർത്താവ് ഉദ്യോഗമാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ എന്നെ അനുസരിക്കുന്ന ഒരു നായി അതാണോ ഇവർ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം ഈ റോജി ആൻ്റണീനെ പോലെയുള്ള ആൾക്കാരെയാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ നമ്മളൊരു വളർത്തു നായിനെ വാങ്ങിക്കുന്നത് പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ അവിടെ തൊഴിലൂട്ട് അവിടെ നിന്നുകൊള്ളും. അത് തന്നെയാണ് ഉദ്ദേശം. ചില ആൾക്കാരൊക്കെ അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരുത്തിനെ പിടിച്ചിട്ട് അങ്ങനെ കല്യാണം കഴിക്കത്തില്ലല്ലോ. പിന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചില ടീമുകളുടെ ഈ ഒരു വസ്തു ഒരു മണ്ണും പഠിക്കത്തില്ല. പക്ഷേ ഇവനൊക്കെ എങ്ങനെയെങ്കിലും ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം പാസ്സാക്കും. ആ പാസ്സായി കഴിഞ്ഞാൽ പിന്നീട് ഇവൻ എന്ന് പറഞ്ഞാൽ ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവൻ പിന്നെ ലണ്ടനിലേക്ക് പോകും. ലണ്ടനിലേക്ക് ഭാര്യൻ്റെ ചെലവിലായിരിക്കും പോകുന്നുണ്ടാവുക. ലണ്ടനിലേക്ക് പോയിട്ട് അവിടെ പിന്നെ എന്ന് പറഞ്ഞാൽ ജോലിക്കൊന്നും പോകില്ല. കുടിയും പിന്നെ ഇതും തന്നെ അവൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്ടുപോയിരിക്കുന്ന, അതായത് ഈ ഞാൻ അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു 40% സ്ത്രീകളും ഇതിൽ പെട്ടുപോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പോഴന്മാരെ കല്യാണം കഴിച്ചിട്ട് പെട്ടുപോയവരുണ്ട്. അതായത് വിദ്യാഭ്യാസമില്ല, നമ്മളേതായ ഒരു ഇതിൽ വരുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ, അതായത് ഈ പിന്നെ SLC കഴിഞ്ഞ് അങ്ങ് കല്യാണ പ്രായം എത്തിക്കഴിഞ്ഞാൽ ഏതെങ്കിലും നേഴ്സന്മാരുണ്ടാ ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. ഏതെങ്കിലും നേഴ്സന്മാർ, വിദേശ നേഴ്സന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം സ്വർഗമാണ്. അധ്വാനിക്കേണ്ട, ഒന്നും വേണ്ട, വെറുതെ വീട്ടിലിരുന്നാൽ മതി. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അവരുടെ വലയിൽ പോയിട്ട് വീണതിൻ്റെ ഒരു വലിയൊരു ആപത്താണ് ഇപ്പോഴും ആ ഒരു ചാലക്കുടിയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. റോജി ആൻ്റണി എന്ന് പറയുന്ന എല്ലാവരെയും പൊട്ടൻ എന്ന് വിളിക്കുന്ന അവനാണ് ഏറ്റവും വില പൊട്ടെന്നേ ഞാൻ പറയുള്ളൂ. കാരണം മണ്ടനാണവൻ. ഭാര്യ അധ്വാനിച്ച ആരൊക്കെ നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ അവനെങ്ങനെ ചെയ്യോ? എന്തെങ്കിലും ഒരു ഉളുപ്പ്, ഭാര്യനെ ജോലിക്ക് വിട്ടിട്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കവന്തെന്ന് ജീവിക്കുന്ന ഒരു, ഞാൻ ബാക്കി പറയുന്നില്ലായിരുന്നു, എനിക്ക് പറയണമെന്നുണ്ട് എന്തൊക്കെയോ. അമ്മാതിരി തൂന്യവാസികൾ കുറേ നമ്മുടെ നാട്ടിലുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പിന്നെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെയുള്ള തോന്നിയവാസികളുമായിട്ടൊരു ബന്ധം കൂടുമ്പോൾ നിങ്ങൾ കൂടുതൽ ആലോചിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള റോജി ആൻ്റണിമാർ ഇനിയും നമ്മുടെ നാട്ടിലുണ്ടാകും. ബാങ്കുകളിൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ കൊന്നിട്ടും പോകും എന്നുള്ളതാണ്. ആരെങ്കിലും കൊലപ്പെടുത്തിയിട്ടും പോകും, ചിലപ്പോഴും പറയാൻ പറ്റൂല. ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനും പോകുന്ന മനുഷ്യന്മാർ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവനൊക്കെ മികവല്ല, കള്ളുകൂടിയുണ്ട്, പെണ്ണുപിടിയുണ്ട്, എല്ലാ സംഭവങ്ങൾക്കും എന്ന് പറഞ്ഞാൽ ഭാര്യേൻ്റെ പൈസ, അതാണ് ഇവൻ്റെ ഏറ്റവും വലിയൊരു വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാതെ വേറെ പണിയോ പൈസയോ ഒന്നും ഇവനില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. ഇതിലും വലുത് ഞാൻ ഇനി കൊണ്ടുവരും. നന്ദി, നമസ്കാരം.